ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. മനോഹരഹർമ്മ്യം മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം കണ്ടാനന്ദിച്ചിടാം നിത്യമായി വാണിടാം കണ്ടാനന്ദിച്ചിടാം നിത്യമായി വാണിടാം എന്നാത്മാവ് വാഞ്ചിക്കുന്നേ ഞാൻ എന്നു ചേരുമോ എന്നാത്മാവ് വാഞ്ചിക്കുന്നേ ഞാൻ എന്നു ചേരുമോ എന്നാത്മവാസമോ മൽപിതൃഗൃഹത്തിൽ എന്നാത്മവാസമോ മൽപിതൃഗൃഹത്തിൽ പൊൻവാതിൽകൾ വിശ്വാസ കണ്ണുകൾക്കെത്ര ശോഭിതം പൊൻവാതിൽകൾ വിശ്വാസ കണ്ണുകൾക്കെത്ര ശോഭിതം ശുദ്ധരിൻ ശോഭനം അവകാശമാം ശാലേ ശുദ്ധരിൻ ശോഭനം അവകാശമാം ശാലേ പ്രാപിപ്പാനാഗ്രഹത്താൽ വാഞ്ചിക്കുന്നേ എന്നുള്ളം പ്രാപിപ്പാനാഗ്രഹത്താൽ വാഞ്ചിക്കുന്നേ എന്നുള്ളം മന്നവനാമേശുവിനോടു കൂടെ വാണിടും മന്നവനാമേശുവിനോടു കൂടെ വാണിടും ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും കർത്താവിനോടു കൂടെ നിത്യവാസമാമേ
കർത്താവിനോടു കൂടെ എൻ നിത്യവാസമാമേ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു എളിയ സാക്ഷിയായിട്ട് എഴുന്നേൽക്കുവാൻ കർത്താവ് ബലഹീനായ എനിക്ക് അവസരം തന്നതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 16-ാം സങ്കീർത്തനം 10-11 വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് യേശു ജനിക്കുന്നേക്ക് 1000 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദിലൂടെ പ്രവചിക്കപ്പെട്ടതായ ഒരു പ്രവചനമാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. അടുത്ത വാക്യം. ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷപരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. ഈ സങ്കീർത്തനം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ളതാണെങ്കിലും യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു ഭക്തനും പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ്, പ്രത്യാശിക്കാവുന്ന ഒരു വചനമാണ്. നീ എൻ്റെ പ്രാണനെയും പാതാളത്തിൽ വിടുകയില്ല, കാരണം ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നതുകൊണ്ട്. നിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ഒരു പാപി ആയതുകൊണ്ട്, എൻ്റെ പാപങ്ങൾ മുഴുവനും ഏറ്റുപറഞ്ഞപ്പോൾ നീ എനിക്ക് പാപമോചനം തന്ന് പാപം മോചിച്ചു തരുന്നതായ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് എന്നെ കഴുകിയതുകൊണ്ട് എൻ്റെ പ്രാണനും പാതാളത്തിൽ പോകാൻ നീ സമ്മതിക്കുകയില്ല. മാത്രമല്ല, ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല, എൻ്റെ ശരീരം ദ്രവിക്കുകയുമില്ല. വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിന്റെ വഴി, ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിത്യജീവൻ്റെ വഴി, സ്വർഗത്തിൽ ദൈവത്തോടൊപ്പമുള്ള വാസം, ദൈവത്തിൻ്റെ മുഖം കണ്ട് ആരാധിക്കുന്നതായ മനോഹരമായ രംഗം, ദൈവത്തിൻ്റെ വലഭാഗത്തിരിക്കുന്ന ക്രിസ്തുവിനെ ആരാധിക്കുന്നതായ മനോഹരമായ രംഗം നീ അതെനിക്ക് തരും. ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. എത്ര മനോഹരമായ സങ്കീർത്തനമാണ് ഇത്! സങ്കീർത്തനക്കാരനായ ദാവീദ് എഴുതുന്ന യേശുക്രിസ്തു ജനിക്കുന്നേക്ക് 1000 വർഷങ്ങൾക്ക് മുമ്പാണ്. യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്, യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള പ്രവചനം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 15-ാം അധ്യായം 23-24 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഓരോരുത്തനും താൻ താൻ്റെ നിരയിലത്രേ, ആദ്യഫലം ക്രിസ്തു. മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ചും പുനരുദ്ധാന നിരയെക്കുറിച്ചുമാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഓരോരുത്തരും താൻ താൻ്റെ നിരയിലത്രേ, ആദ്യഫലം ക്രിസ്തുവാണ്. ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അതിനുശേഷം പിന്നെ ക്രിസ്തുവിലുള്ളവർ അവൻ്റെ വരവിങ്കൽ. യേശുവിൻ്റെ 2ാമത്തെ വരവിങ്കൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിൽ മരിച്ചവർ, കർത്താവിൻ്റെ 2ാമത്തെ വരവിങ്കൽ ക്രിസ്തുവിൽ ജീവിക്കുന്നവർ, അവരുടെ രൂപാന്തരം, ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുദ്ധാനം, അവൻ 2ാമത്തെ വരവിങ്കൽ പിന്നെ ക്രിസ്തുവിനുള്ളവർ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ അവസാനം, പിന്നെയാണ് അവസാനം, പിന്നെ ന്യായവിധിയാണ്. അതിനു വേണ്ടിയിട്ട് അവിശ്വാസികളുടെ ഉയർത്തെഴുന്നേൽപ്പുണ്ട്, അവിശ്വാസികളുടെ പുനരുദ്ധാനവുമുണ്ട്. സകല മനുഷ്യർക്കും പുനരുദ്ധാനമുണ്ട്. ഇവിടെ പറയുകയാണ്, ഓരോരുത്തരും താൻ താൻ്റെ നിരയിൽ എത്രയും, ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. അടുത്ത വാക്യം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. സകല ശക്തിക്കും നീക്കം വരുത്തും, സകല അധികാരത്തിനും സകല വാഴ്ചയ്ക്കും നീക്കം വരുത്തും. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തോടനുബന്ധിച്ച് അവിടെ അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നൊരു വാക്കുമുണ്ട്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കുരിശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയെന്ന്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം നടന്ന സമയത്ത് അവിടെ നടന്നത് എന്താണ്? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കുരിശിൽ ജയത്തിന്റെ ഉത്സവം ആഘോഷിക്കുകയായിരുന്നു എന്ന്. ആരാണ് ഈ വാഴ്ചകൾ എന്ന് പറയുന്നത്? പിശാച്, അന്ധകാര വാഴ്ചയെ അവസാനിപ്പിക്കുകയായിരുന്നു എന്ന്. ഇവിടെ പറയുകയാണ്, അന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന് ശേഷം അവൻ എല്ലാ വാഴ്ചയ്ക്കും ശക്തിക്കും അധികാരത്തിനും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. സാത്താനെ, അവൻ്റെ സൈന്യത്തെയും അന്ധകാരത്തിലേക്ക് തള്ളിയിടും, തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും, നിത്യ നരകത്തിലേക്ക് തള്ളിയിടുമെന്ന്. സാത്താൻ ഇടം കൊടുത്ത് ജീവിക്കുന്നതായ അവിശ്വാസികൾക്കും പാപികൾക്കും സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. ജീവന്റെ പുസ്തകത്തിൽ പേരില്ല എങ്കിൽ ഏവനും തീപ്പൊയ്കയിൽ തള്ളപ്പെട്ടു പോകുമെന്നുള്ളതായ വചനം.
പ്രിയമുള്ളവർ, എന്താണ് ഈ ആദിഫലം ക്രിസ്തു എന്ന് പറയുന്നത്? ആദിഫലം എന്നാണ് അവിടെ പറയുന്നത്. ആദിഫലം ക്രിസ്തു എന്ന് പറയുന്നതിന് കാരണം എന്താണ്? അതറിയണമെങ്കിൽ 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പുനരുദ്ധാനമുണ്ട്. പക്ഷെ ആദ്യത്തെ ഉയർത്തെഴുന്നേൽപ്പ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ആയതുകൊണ്ടാണ് ആദ്യഫലമായിട്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത്. അടുത്ത വാക്യം. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആദാം മൂലമാണ് പാപം ഈ ലോകത്തിലേക്ക് വന്നത്. പിശാചിന്റെ പ്രലോഭനത്തിൽ വഴങ്ങിയ ആദാം പാപം ചെയ്തപ്പോൾ ആ പാപം ഈ ലോകത്തിലേക്ക് വന്നു. അതിന് ശമ്പളമായ മരണവും ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അതാണ് ഇവിടെ പറയുന്നത്, മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ക്രിസ്തു മൂലം നീതീകരണം ഉണ്ടായി. പാപം ആദാം ചെയ്തു, ക്രിസ്തു മൂലം നീതീകരണം ഉണ്ടായി. പാപം ചെയ്തവർക്ക് യേശുക്രിസ്തുവിന്റെ രക്തം മൂലം, ആ രക്തത്തിലുള്ള വിശ്വാസം മൂലം നീതീകരണം സംഭവിക്കുകയാണ്. അങ്ങനെ നീതീകരണം കർത്താവായ യേശുക്രിസ്തു കൊണ്ടുവന്നു. പാപത്തിന് ശമ്പളമായ മരണം ആദാമിലൂടെ വന്നപ്പോൾ യേശുക്രിസ്തുവിലൂടെ നീതീകരണം മാത്രമല്ല, ജീവൻ വന്നു, പുനരുദ്ധാനം വന്നു. അതാണ് മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. അടുത്ത വാക്യം. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. യേശുക്രിസ്തുവിൽ വിശ്വാസമുള്ള വ്യക്തിക്ക് ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവനായിട്ട് മാറാം. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവനായ ഭാഗ്യവാനും വിശുദ്ധനുമായിട്ട് കർത്താവിനോടൊപ്പം എന്നേക്കും വാഴാം. ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായിട്ട് വാഴാം എന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്താണ് ഈ ആദിഫലം എന്ന് പറയാനുള്ള കാരണം? പ്രിയമുള്ളവരെ, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ലേവ്യ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഒരു സംഭവമാണ്. ആദിഫലം യഹോവയ്ക്ക് സമർപ്പിക്കുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതാണ് ഇവിടെ എക്സാമ്പിളായിട്ട് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത്. ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വിളവെടുപ്പിലെ കൊയ്ത്തിൻ്റെ ആദ്യത്തെ കറ്റയോടാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഉപമിക്കുന്നത്. ആദ്യത്തെ കറ്റ. യഹൂദ്യ പാരമ്പര്യത്തിൽ വിളവിൻ്റെ ആദ്യ ഫലം യഹോവയ്ക്ക് സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ കറ്റ അല്ലെങ്കിൽ വിളവെടുപ്പിൻ്റെ ആദ്യത്തെ ഫലവുമായിട്ട്, ഉൽപ്പന്നത്തിൻ്റെ ആദ്യ ഫലവുമായിട്ട് ഈ യഹൂദന്മാർ ദേവാലയത്തിൽ വരും. ദൈവസമക്ഷം അത് ദൈവത്തിന് സമർപ്പിക്കും. ഈ ആദ്യത്തെ വിളവ് സമർപ്പിക്കുമ്പോൾ, ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ, ആദ്യത്തെ കറ്റ സമർപ്പിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ വിളവുകളും യഹോവയ്ക്ക് സമർപ്പിച്ചതിൻ്റെ സൂചനയായിട്ടാണ് ആദ്യ ഫലം സമർപ്പിക്കുന്നത്. അത് പെസഹായ്ക്ക് ശേഷമുള്ള ശബത്തിൻ്റെ പിറ്റേ ദിവസമാണ് ആദ്യ ഫലം സമർപ്പിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും പെസഹായ്ക്ക് ശേഷമുള്ള ശബത്തിൻ്റെ പിറ്റേ ദിവസമാണ് നടന്നത്. അതുകൊണ്ടാണ് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ആദ്യ ഫലത്തോട് ഇവിടെ ഉപമിക്കുന്നത്. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ ഭാവി കൊയ്ത്തിൻ്റെ ഭാഗമായിട്ട് നാം എല്ലാവരും ഉയർക്കും എന്നതിൻ്റെ ഒരു ഉറപ്പാണ് ദൈവം അവിടെ നൽകുന്നത്. ആദ്യം ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, പിന്നീട് യേശുവിൽ വിശ്വസിക്കുന്നതായ വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പ്. അതിൻ്റെ സൂചനയായിട്ട് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നടന്നു. അതുകൊണ്ടാണ് ഈ ലേവ്യ പുസ്തകത്തെ ആധാരമാക്കിയിട്ട് വിളവെടുപ്പിൻ്റെ ആദ്യ ഫലം യഹോവയ്ക്ക് സമർപ്പിക്കുന്നത് പോലെയാണ് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് സമർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പലവട്ടം കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു. പക്ഷേ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ അതൊന്നും ഓർത്തില്ല, അവരതൊന്നും ഗ്രഹിച്ചില്ല. അതിൻ്റെ അർത്ഥത്തിൻ്റെ വ്യാപ്തിയൊന്നും അവർ മനസ്സിലാക്കിയില്ല. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ യഹൂദന്മാരോടായിട്ട് ശിഷ്യന്മാർ കേൾക്കെ കർത്താവ് ഒരു വാക്യം പറയുന്നുണ്ട്. വായിച്ചു കേൾക്കാം. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും. ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്ന് പറഞ്ഞു. അപ്പോൾ സന്ദർഭം കർത്താവായ യേശുക്രിസ്തു ദേവാലയം ശുദ്ധീകരിക്കുന്നതായ സമയം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ 2 പ്രാവശ്യം യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നുണ്ട്. ഒന്ന് കാനാവിലെ കല്യാണ വിരുന്നിന് ശേഷം, ആദ്യത്തെ അത്ഭുതത്തിന് ശേഷം കർത്താവായ യേശുക്രിസ്തു യെരുശലേം ദേവാലയത്തിൽ പോയി അവിടെ ദേവാലയത്തിലുള്ള കാളകളെയും ആടുകളെയും എല്ലാം പൊൻവാണിപ്പക്കാരെ എല്ലാം പുറത്താക്കുന്നുണ്ട്. പിന്നെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന സമയത്ത് ലാസറിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം
കർത്താവായ യേശു ക്രിസ്തു ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നുണ്ട്. കർത്താവായ യേശു ദേവാലയത്തെ ശുദ്ധീകരിച്ചപ്പോൾ യഹൂദന്മാർ ചോദിച്ചു, നിനക്ക് ഇങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ എന്ത് അധികാരമാണുള്ളത്, എന്ത് അടയാളമാണ് നീ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പിൻ. യെരൂശലേം ദേവാലയത്തിൽ വെച്ചിട്ടാണ് പറയുന്നത്. ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം ഇതിനെ പണിയുമെന്ന് പറഞ്ഞു. യഹൂദന്മാർ ചോദിച്ചു, 46 വർഷം കൊണ്ട് പണിതായ ഈ ദേവാലയം നീ 3 ദിവസം കൊണ്ട് പണിയുമെന്നോ എന്ന് യഹൂദന്മാർ ചോദിച്ചു. അവിടെ പറയുകയാണ്, പരിശുദ്ധാത്മാവ് എഴുതിച്ചിരിക്കുകയാണ്, കർത്താവ് തൻ്റെ ശരീരമെന്ന മന്ദിരത്തെക്കുറിച്ചാകുന്നു പറഞ്ഞത് എന്ന്. 19-ാം വാക്യം ഒന്ന് വായിക്കാമോ? യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. അവനോ തൻ്റെ ശരീരമെന്ന മന്ദിരത്തെക്കുറിച്ച് അത്രേ പറഞ്ഞത്. യെരൂശലേം ദേവാലയം ശുദ്ധീകരിക്കുന്നതിന് കാരണമുണ്ടായിരുന്നു. അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് വേദപുസ്തകത്തിൽ, ദേവാലയത്തിൽ കാള. ദേവാലയത്തിൽ ആരാധന എന്നാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ദേവാലയത്തിൽ കുർബാന എന്നായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ദേവാലയത്തിൽ കാള, ദേവാലയത്തിൽ ആട്, ദേവാലയത്തിൽ മണി എക്സ്ചേഞ്ച്, ഫോറിൻ മണി എക്സ്ചേഞ്ച്, പൊൻവാണിഭക്കാരുടെ വിളയാട്ടങ്ങൾ. പ്രിയമുള്ളവരെ, ഒരു വാണിഭശാലയായിട്ട് യെരൂശലേം ദേവാലയം മാറി. ഇന്നും നാം ചിന്തിച്ചു നോക്കണം, ദേവാലയത്തിൽ നടക്കേണ്ടത് എന്താണ്? മാനസാന്തരമാണോ? ദേവാലയത്തിൽ നടക്കേണ്ടത് മദ്യത്തിനെതിരെയുള്ള പ്രസംഗമാണോ? ദേവാലയത്തിൽ നടക്കേണ്ടത് വിശുദ്ധന്മാരുടെ ആരാധനയാണോ? അല്ല എങ്കിൽ ദൈവം നോക്കുമ്പോൾ കാണുന്നത് ദേവാലയത്തിൽ കാള, ദേവാലയത്തിൽ ആട്, ദേവാലയത്തിൽ പൊൻവാണിഭക്കാർ. കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ആലയം വാണിഭശാലയാക്കരുത് എന്ന്, കച്ചവട കേന്ദ്രമാക്കരുത് എന്ന്, വരുന്നവർക്കും പോകുന്നവർക്കും കയറാനുള്ള സ്ഥലമായിട്ട് മാറരുത് എന്ന്, അവിടെ വിശുദ്ധിയുടെ ആരാധനയാണ് മുഴങ്ങേണ്ടത് എന്ന്, അവിടെ മാനസാന്തരപ്പെട്ടവരുടെ സ്തുതിയാണ് മുഴങ്ങേണ്ടത് എന്ന്. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ് പ്രിയമുള്ളവരെ? ജീവിതത്തിൽ പാപം വെച്ചുകൊണ്ട്, അശുദ്ധി വെച്ചുകൊണ്ട്, വൈരാഗ്യം വെച്ചുകൊണ്ട്, വിദ്വേഷം വെച്ചുകൊണ്ട്, മറ്റുള്ളവരെ വിധിച്ചുകൊണ്ട്, മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് ഇന്ന് ദേവാലയത്തിൽ കൂടി വരുന്ന അവസ്ഥയാണോ? ഇന്ന് ആരാധനാലയങ്ങളിൽ കൂടി വരുന്ന അവസ്ഥയാണോ? ഇന്നത്തെ കൂട്ടായ്മ രംഗങ്ങളിലേക്ക് നോക്കൂ, അവസ്ഥ എന്താണ്? കൂട്ടായ്മക്കാർ എന്ന് പറയുന്നവർ പോലും സ്വന്തം ആലയമായ ശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട്, ദൈവം മന്ദിരം എന്ന് വിളിക്കുന്ന ശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് പരിശോധിക്കേണ്ട സമയമാണ്. ഉണ്ടോ? ദൈവം നോക്കുമ്പോൾ, ഈ മന്ദിരത്തിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ ശരീരം എന്ന മന്ദിരത്തിലേക്ക് നോക്കുമ്പോൾ ലജ്ജാവഹമായ പാപങ്ങൾ ജീവിതത്തിലുണ്ടോ? അശുദ്ധി ഉണ്ടോ? കുളിച്ചിട്ട് ചെളിയിലേക്ക് വീണ്ടും പോകുന്ന പന്നിയെപ്പോലെ സ്വഭാവമുള്ളവരാരെങ്കിലും ഉണ്ടോ? ആ സ്വഭാവം ഹൃദയത്തിലുള്ളവരുണ്ടോ? ഛർദ്ദിച്ചത് വീണ്ടും നക്കി തിന്നുന്ന നായെപ്പോലെ സ്വഭാവമുള്ളവരുണ്ടോ? ഒരിക്കൽ സമർപ്പിച്ചതിന് ശേഷം വീണ്ടും പിന്മാറ്റത്തിലേക്ക് പോയവരുണ്ടോ? അശുദ്ധിയിലേക്കും വീഴ്ചയിലേക്കും പോയവരുണ്ടോ? ഹൃദയം ഇന്ന് മലീമസമായിരിക്കുകയാണോ? ഒരിക്കൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു അപ്പോസ്തലനായ പൗലോസിലൂടെ, കൊരിന്ത്യർക്ക് എഴുതിയ 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാം വാക്യത്തിലാണ്, 6-ാം അധ്യായം 19-ാം വാക്യത്തിലുമുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരമായ ശരീരത്തിൽ കോപം വാഴാൻ ഇടവന്നാൽ, അശുദ്ധി വാഴാൻ ഇടവന്നാൽ, നീരസവും കയ്പും വന്നാൽ, മറ്റുള്ളവരുടെ പകയും വിദ്വേഷവും വെച്ചുകൊണ്ടിരുന്നാൽ, അശുദ്ധിയും അലസതയും ലോകസ്നേഹവും വെച്ചുകൊണ്ടിരുന്നാൽ, ഈ ലോകത്തിന് അനുരൂപമായിട്ട് ജീവിച്ചാൽ, ധാർഷ്ട്യത്തോടുകൂടി ജീവിച്ചാൽ, അഹങ്കാരികളെ പോലെ ജീവിച്ചാൽ, തന്നെത്താൻ താഴ്ത്താൻ മനസ്സില്ലാതെ ജീവിച്ചാൽ, ദൈവം പറയുന്നു, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വാണിഭശാല ആക്കുന്നുവോ? സ്തെഫാനോസിന്റെ പ്രസംഗത്തിലും അപ്പോസ്തലനായ പൗലോസിന്റെ പ്രസംഗത്തിലും പറയുന്ന മനോഹരമായ വാക്കുകളുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നതാണ്, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയവനായ ദൈവം കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല എന്ന്. സ്തെഫാനോസ് പറയും, സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവും എന്ന് ഇരിക്കുകയും, നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല. നമ്മുടെ ഹൃദയമാണ് ദൈവത്തിൻ്റെ ആലയം. ഇതാണ് ദൈവത്തിൻ്റെ മന്ദിരം. വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആലയം, ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെയാണ്. അങ്ങനെയാണോ? ദൈവം വസിക്കുന്നുണ്ടോ? ദൈവം ഒരുക്കുന്നതായ മനോഹരമായ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശനം കിട്ടുമോ? അതോ പിശാചാണോ വാഴുന്നത്? പിശാച് വസിക്കുന്ന ആലയമാണോ? ഇവിടെ കർത്താവ് പറയുകയാണ്, കർത്താവ് തൻ്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ മന്ദിരം പൊളിപ്പിൻ,
ഞാൻ 3 നാൾ കൊണ്ട് ഇതിനെ പണിയും എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനത്തെക്കുറിച്ചാണ് അവിടെ കർത്താവായ യേശു ക്രിസ്തു പ്രഘോഷിച്ചത്. യേശു പ്രധാനമായിട്ടും 3 പ്രാവശ്യം യേശുവിൻ്റെ മരണ പുനരുദ്ധാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത് പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഏറ്റു പറഞ്ഞതിന് ശേഷം കർത്താവ് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 21 വാക്യങ്ങളാണ്. അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. ശിഷ്യന്മാർ കേൾക്കുകയാണ് പറഞ്ഞത്. പക്ഷേ അവർ അത് ഓർക്കേണ്ട സമയത്ത് ഓർത്തില്ല. അവർ ഭയപ്പെട്ടു പോവുകയില്ലായിരുന്നു, അവർ ചിതറി ഓടുകയില്ലായിരുന്നു. യേശുവിനെ പിടിച്ചപ്പോൾ, യേശുവിനെ ക്രൂശിച്ചപ്പോൾ തള്ളിപ്പറയുകയില്ലായിരുന്നു. ഈ വചനം ഓർത്തിരുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങൾ ഗ്രഹിക്കാറുണ്ടോ? നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം നിങ്ങളുടെ ആത്മാവിന് ജീവൻ തരുന്ന വചനമാണ്. നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പലപ്പോഴായിട്ട് പറയുന്ന വചനം നിങ്ങൾ ഗ്രഹിച്ച് ഓർക്കേണ്ട സമയത്ത് ഓർത്ത് ജീവിതത്തിൽ തിരുത്തേണ്ടതായ സമയത്ത് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് തിരുത്തൽ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വചന ശുശ്രൂഷകളെല്ലാം എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങളൊരു ചടങ്ങ് പോലെയാണ് ഈ വചനങ്ങൾ കേൾക്കുന്നത് എങ്കിൽ സൂക്ഷിക്കണം പ്രിയമുള്ളവർ. ശിഷ്യന്മാർക്ക് പറ്റിയതുപോലെ പോകും. അവർ ചിതറിയോടി. കർത്താവ് വീണ്ടും 2-ാം പ്രാവശ്യം വീണ്ടും പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 17 അധ്യായം 22-23 വാക്യങ്ങളിൽ പറയുന്നു, അവർ അവനെ കൊല്ലുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന്. അത് പറയുന്നത് മരുഭൂമിമലയിൽ യേശു രൂപാന്തരപ്പെട്ടതിന് ശേഷമാണ്. എന്നാൽ ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷം കർത്താവ് വീണ്ടും പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം വായിക്കാം, 20 അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. യെശു യെരുശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ 12 ശിഷ്യന്മാരെയും വേറിട്ട് കൂട്ടിക്കൊണ്ട് വഴിയിൽ വെച്ച് അവരോട് പറഞ്ഞത്, നാം യെരുശലേമിലേക്ക് പോകുന്നുവല്ലോ. അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും. മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും മനുഷ്യപുത്രൻ ഏൽപ്പിക്കപ്പെടും. അവർ അവന് മരണശിക്ഷ കൽപ്പിച്ച് പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും അവനെ ജാതികൾക്ക് ഏൽപ്പിക്കും. വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുകയാണ്, അവൻ പരിഹസിക്കപ്പെടും, അവനെ തല്ലും, അവനെ ക്രൂശിക്കും, അവനെ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. റോമ ഗവൺമെന്റ് ആണ് അന്ന് യേശുവിനെ ക്രൂശിച്ചത്, പീലാത്തോസ്. പ്രിയമുള്ളവരെ, ജാതികൾക്ക് ഏൽപ്പിക്കപ്പെടും എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, എന്നാൽ എന്താണ് സംഭവിച്ചത്? കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. നമ്മൾ പലരും വിശ്വസിക്കുന്നതാണ്. എന്നാൽ ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരെല്ലാം പേടിച്ച് എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് കതകടച്ച് മുറിക്കകത്ത് ഭയം നിരിക്കുമ്പോൾ ശത്രുക്കളായ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഗവർണറായ പീലാത്തോസിന്റെ അടുക്കൽ വന്നു. അവർ വന്ന് പീലാത്തോസിനോട് പറഞ്ഞു, ആ ചതിയൻ ജീവനോടെ ഇരുന്നപ്പോൾ മറ്റുള്ളവരോട് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, താൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന്. 3 നാൾ കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ കട്ടുകൊണ്ട് പോയിട്ട് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രചരിപ്പിച്ചാൽ ആ ചതിവ് മുമ്പിലത്തേനേക്കാളും വല്ലാതെയായി പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കല്ലറ ഉറപ്പാക്കാനായിട്ട് കാവൽക്കൂട്ടത്തെ തരണമെന്ന് പറഞ്ഞു. പീലാത്തോസ് അനുവദിച്ചു. കാവൽക്കാർ കല്ലറ കാത്തു. വലിയ ഒരു കല്ല് ആ കല്ലറയുടെ വാതിക്കൽ ഉരുട്ടി വെച്ചു. ഇനി ഒരു മോഷണവും നടക്കുകയില്ല, ഇനി ശിഷ്യന്മാർക്ക് അവനെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുകയില്ല എന്ന്. എന്നാൽ എന്താണ് സംഭവിച്ചതെന്നറിയാമോ പ്രിയമുള്ളവരെ? ഏതാനും ചില സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് അവർക്ക് സുഗന്ധ തൈലം യേശുവിൻ്റെ മൃതശരീരത്തിൽ പൂശണമെന്നുണ്ട്. അങ്ങനെ പൂശാൻ വേണ്ടിയിട്ട് ആഴ്ചവട്ടത്തിന് 1-ാം നാളായ ദിവസം ആ ഞായറാഴ്ച രാവിലെ പുലർച്ചെ നമുക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടി മാറ്റും എന്ന് ആദി പിടിച്ചുകൊണ്ട് ആ പാവങ്ങൾ പോവുകയാണ്. എന്നാൽ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്നു. അവർക്ക് അവകാശപ്പെട്ടതായ ശരീരത്തിൽ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്നു. എന്നിട്ട് കല്ലുരുട്ടി നീട്ടിയിട്ട് അതിന്മേൽ കയറിയിരുന്നു. എവിടെ കാവൽക്കൂട്ടം? ഈ ദൂതനെ കണ്ട് കാവൽക്കാർ മരിച്ചവരെ പോലെ ബോധം കെട്ട് വീണു. എവിടെ കല്ല്? അതിതാ ഉരുട്ടി മാറ്റിയിരിക്കുകയാണ്. ആ സ്ത്രീകൾ വന്നപ്പോൾ ദൂതൻ ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? യേശുവിനെയാണോ? അവൻ ഇവിടെയില്ല. അവൻ താൻ പറഞ്ഞതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്നു കാണുവിൻ, നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാമല്ലോ. പ്രിയമുള്ളവരെ, അവിടെ സ്ത്രീകൾ നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്ന് അറിയാമോ? അവിടെ തുണി മാത്രമുണ്ട്.
അവന്റെ മുഖത്തിട്ടിരിക്കുന്ന റൂമാൽ ചുരുട്ടി വെച്ചിരിക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ വസ്ത്രം വേണ്ടായിരുന്നോ? ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന് വസ്ത്രത്തിന്റെ ആവശ്യമില്ല. ദൈവ തേജസ്സാണ് അവരെ ചുറ്റിമിന്നുന്നത്. ഏദൻ തോട്ടത്തിൽ ദൈവം ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചപ്പോൾ അവർക്ക് വസ്ത്രമുണ്ടായിരുന്നോ? പക്ഷെ അവർക്ക് നാണം തോന്നിയില്ലല്ലോ, നഗ്നത അല്ലായിരുന്നല്ലോ. എപ്പോഴാണ് പാപം വന്നപ്പോഴാണ് അവർ നഗ്നരായിട്ട് മാറിയത്. ഇതാ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൽ വസ്ത്രത്തിന്റെ ആവശ്യമില്ല. ആ വസ്ത്രം ഭംഗിയായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. മാത്രമല്ല മുഖത്തിട്ടിരിക്കുന്ന റൂമാൽ അവിടെ ചുരുട്ടി വെച്ചിരിക്കുന്നുണ്ട്. ഒരു വെപ്രാളവുമില്ലാതെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ലൂക്കോസിന് സുവിശേഷം 24 അധ്യായം 5 വാക്യം വായിക്കാം. ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവനോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ലൂക്കോസിന് സുവിശേഷത്തിൽ പറയുന്ന വാക്യം എനിക്ക് മനോഹരമായിട്ട് തോന്നി. നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഞാൻ ഈ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ഇന്ന് രോഗിയായിരിക്കാം, നിങ്ങൾ ഇന്ന് ആകുലപ്പെട്ട് കഴിയുകയായിരിക്കാം, നിങ്ങൾക്കിന്ന് ദാരിദ്ര്യമായിരിക്കാം, നിങ്ങളുടെ ശരീരം ക്ഷീണാവസ്ഥയിലായിരിക്കാം, നിങ്ങൾ മരണത്തോട് അടുത്ത് കഴിയുകയായിരിക്കാം, പ്രിയമുള്ളവരെ എല്ലാവരാലും ഒറ്റപ്പെട്ട് കഴിയുകയായിരിക്കാം. എന്നാൽ നിങ്ങൾ വിശ്വസിക്കണം, ഒരു നാൾ എൻ്റെ ശരീരം ഉയർത്തെഴുന്നേൽക്കും. ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ആത്മാവ് എൻ്റെ കർത്താവിൻ്റെ അടുക്കലേക്ക് പോകും, പർദീസയിലേക്ക് പോകും. എന്നാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ എൻ്റെ ശരീരം ഞാൻ ക്രിസ്തുവിൽ മരിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഉയർത്തെഴുന്നേൽക്കും. യേശു ഒന്നാമതായിട്ട് ഉയർത്തെഴുന്നേറ്റു. ആദ്യ ഫലം ക്രിസ്തു. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് കർത്താവിൻ്റെ വചനം. എന്നാൽ ഞാൻ ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം 17 മുതലുള്ള വാക്യം, അവിടെ മഗ്ദലക്കാരി മറിയം കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: സ്ത്രീയെ, നീ കരയുന്നത് എന്താ എന്ന്. ഞാൻ ഇതിനോട് ചേർത്തെന്ന് പറഞ്ഞോട്ടെ പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ധ്യാനിച്ച ഭാഗമാണെങ്കിലും സ്ത്രീയെ, നീ കരയുന്നത് എന്താ എന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു ആദ്യമേ തന്നെ ചോദിക്കുന്നതിന് കാരണം, തന്നെ അനുഗമിക്കുന്നതായ ഒരു സ്ത്രീ, തന്നെ അന്വേഷിക്കുന്നതായ സ്ത്രീ, തന്നിൽ വിശ്വസിക്കുന്നവളായ സ്ത്രീ, അവളുടെ കരച്ചിലെ കർത്താവിന് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ എന്തിനെ ഓർത്ത് കരയുന്നവരാണ്? ലൗകികമായ എന്തെങ്കിലും വിഷയങ്ങളാണോ നിങ്ങളുടെ കരച്ചിലിൻ്റെ വിഷയം? അതോ നിങ്ങൾക്ക് ആത്മാവിലും ഇനിയും വളരണമെന്നുള്ള ആഗ്രഹമാണോ? കർത്താവെ, എന്നെ താഴാൻ പഠിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയുടെ കരച്ചിലാണോ? എന്നെ വിനയമുള്ളവനാക്കി തീർക്കണമേ എന്നുള്ള കരച്ചിലാണോ? എന്നെ യേശുവിൻ്റെ സ്വഭാവമുള്ളവനാക്കി തീർക്കണമേ എന്നുള്ള കരച്ചിലാണോ? കർത്താവ് അന്വേഷിക്കുകയാണ് നമ്മുടെ കരച്ചിലിൻ്റെ കാരണം. പ്രിയമുള്ളവരെ, നിങ്ങൾ എന്തിനെ ഓർത്ത് കരയുന്നവരാണ്? നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുന്നവരാണോ? നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ ഓർത്ത് കരയുന്നവരാണോ? ഇപ്പോൾ കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, നമ്മുടെ കരച്ചിലിൻ്റെ വിഷയം എന്താണ് എന്ന്. അത് ചോദിക്കാതിരിക്കാൻ കർത്താവിന് പറ്റുകയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ അവനിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ, നമ്മൾ അവനെ പിൻപറ്റുന്നവരാണെങ്കിൽ, നമ്മൾ അവനായിട്ട് ജീവിതം സമർപ്പിച്ചവരാണെങ്കിൽ, നമ്മൾ ഒരിക്കലെങ്കിലും യേശുവിനായിട്ട് ജീവിതം സമർപ്പിച്ച് അവൻ്റെ പിന്നാലെ ഇറങ്ങിയവരാണെങ്കിൽ, നമ്മളുടെ കണ്ണുനീർ കണ്ടാൽ കർത്താവ് അസ്വസ്ഥനാകും. ഉയർത്തെഴുന്നേറ്റ കർത്താവിന് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പക്ഷെ ആദ്യത്തെ ചോദ്യം ഇതാണ്: നീ എന്തിനാണ് കരയുന്നത്? ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് എൻ്റെ ശിഷ്യന്മാരോട് പോയി പറയും എന്ന് പറയുന്നതിന് മുമ്പേ അന്വേഷിച്ച കാര്യമാണ് നമ്മുടെ കരച്ചിലിൻ്റെ വിഷയം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രശ്നം എന്തു ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഭാരപ്പെടേണ്ടതില്ല. എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ പാദപീഠത്തിലാണ് നിങ്ങൾ ഇരിക്കേണ്ടതും നിങ്ങൾ ഇരിക്കുന്നതും. യേശുവിൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. യേശുവിൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. യേശുവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു ആദ്യമേ പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. കഥകളെല്ലാം അടച്ച് ഭയന്നിരിക്കുന്ന ശിഷ്യന്മാരുടെ മധ്യേ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. തീർച്ചയായിട്ടും സമാധാന പ്രഭു നിങ്ങളെ സമാധാനം കൊണ്ട് നിറയ്ക്കും. ഈ വ്യഭിചാരവും ദോഷമുള്ളതായ തലമുറയിൽ പ്രശ്നങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും ഉള്ളതായ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അനേകവിധ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു തികഞ്ഞ സമാധാനം നമ്മൾ അനുഭവിക്കും. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ട ശിഷ്യന്മാർക്ക് എന്തൊരു സന്തോഷമായിരുന്നു എന്നോ, സ്ത്രീകൾക്ക് എന്തൊരു സന്തോഷമായിരുന്നു എന്നോ. അവർക്ക് 2 ദിവസം മുമ്പുള്ള വെള്ളിയാഴ്ച വളരെ ദാരുണമായിട്ട് തോന്നി. പ്രിയമുള്ളവരെ, അന്ധകാര ശക്തികളുടെ വാഴ്ചയായിട്ട് അവർക്ക് തോന്നി. കരച്ചിലിന്റെയും നിലവിളിയുടെയും ഏങ്ങലടിയുടെയും വെള്ളിയാഴ്ചയായിരുന്നുവെങ്കിൽ ഞായറാഴ്ച മഹാസന്തോഷത്തോടുകൂടി അവർ മടങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. കല്ലറയിൽ നിന്ന് മഹാസന്തോഷത്തോടുകൂടി തൻ്റെ യേശുവിന്റെ ശിഷ്യന്മാരോട് അറിയിക്കുവാനായിട്ട് സ്ത്രീകൾ ഓടുകയാണ്. അവിടെ ഭയമെല്ലാം മാറിപ്പോയി. എന്നാൽ എനിക്ക് ഇന്ന് പറയാനുള്ളത് ഒരു കാര്യമാണ്. 20 അധ്യായം 17 വാക്യം. യേശു അവളോട്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ ഇതുവരെയും പിതാവിൻ്റെ അടുക്കൽ പോയില്ല. എനിക്ക് പിതാവിൻ്റെ അടുക്കൽ പോകേണ്ടതായിട്ടുണ്ട്. പക്ഷേ എനിക്ക് പോകുന്നതിന് തടസ്സം നിന്റെ കരച്ചിലാണ് മറിയേ.
നിന്റെ കരച്ചിലാണ് എനിക്ക് എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിന് തടസ്സം. പ്രിയമുള്ളവരെ, പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിന് മുമ്പേ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടിട്ട് അവളോട് കരയുന്നത് എന്ന് ചോദിക്കുന്നതായ നല്ലവനായ ഒരു ദൈവം നമ്മൾക്കുള്ളപ്പോൾ നമ്മൾ എന്തിന് ആകുലപ്പെടണം? പ്രിയമുള്ളവരെ, നമ്മൾ എന്തിന് പരിതപിക്കണം? നമ്മൾ എന്തിന് തലകുമ്പിട്ടിരിക്കണം? നമ്മൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട ആവശ്യമില്ല, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട ആവശ്യമില്ല. എന്നെ തുടരരുത്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ല. അടുത്ത വാക്യം, എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്. പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചോ, അതുവരെ ശിഷ്യന്മാർ എന്ന അഭിസംബോധന ചെയ്ത യേശു, അതുവരെ ശിഷ്യന്മാരെ സ്നേഹിതന്മാർ എന്ന് പോലും പറഞ്ഞ യേശു ഇപ്പോൾ പറയുന്നത് എന്താണ്? നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് പറയണമെന്ന്. എന്താണ് ഈ കേൾക്കുന്നത്? സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവും എന്ന് അരുളി ചെയ്യുവാൻ ശക്തിയുള്ള ദൈവത്തിന്റെ പുത്രനായ കുമാരൻ പറയുകയാണ്, ദൈവത്തിന്റെ മകൻ പറയുകയാണ്, ഈ മുക്കുവന്മാരുണ്ടല്ലോ, ഈ ഒരു കാലത്ത് മുക്കുവന്മാരും ചുങ്കക്കാരുമായിട്ട് നടന്ന് അഴുക്കായിട്ട് സമൂഹത്തിൽ ജീവിച്ചവരായവർ എൻ്റെ സഹോദരന്മാരാണ് എന്ന്. ആ വാക്യം ഒന്ന് വായിച്ചേ. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും. നോക്കൂ പ്രിയമുള്ളവരെ, അവിടെ നഷ്ടപ്പെട്ടതെല്ലാം ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് മടക്കി തരികയാണ്. ഒരിക്കൽ പിതാവായ ദൈവം നമ്മളെ സ്വന്തം ഛായയിലും രൂപത്തിലും നമ്മളെ സൃഷ്ടിച്ചുവെങ്കിൽ അതെല്ലാം നഷ്ടമാക്കി ജീവിതത്തിൽ പാപം കൊണ്ടുവന്നപ്പോൾ പിശാചിന്റെ മക്കളായിട്ട് മാറിയ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ചിട്ട്, പാപത്തെ തോൽപ്പിച്ചിട്ട്, ലോകത്തെ ജയിച്ചിട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് കർത്താവ് പറയുകയാണ്, പിശാചിന്റെ തലയെ തകർത്തുകൊണ്ട് കർത്താവ് പറയുകയാണ്, എൻ്റെ പിതാവും. ഇനി മുതൽ ദൈവമേ എന്നല്ല, നിങ്ങൾ പിതാവേ എന്ന് വിളിക്കണം. ദൈവത്തിന്റെ മുഖത്ത് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായ നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. യേശു തന്റെ മരണത്തിലൂടെയും പുനരുദ്ധാനത്തിലൂടെയും സാധ്യമാക്കി തന്നത് എന്താണ് പ്രിയമുള്ളവരെ? എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയും, എബ്രായർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം 14-15 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാവുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും അവൻ വിടുവിച്ചു എന്ന്. പ്രിയമുള്ളവരെ, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ യേശുവിന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെ അവൻ വിടുവിച്ചു എന്ന് പറഞ്ഞാൽ, സഹോദര, നീ യേശുവിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ ഇനി നീ മരണത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. മരണം കൊണ്ട് ഒന്നും സംഭവിക്കുകയില്ല. നിന്റെ ശരീരത്തിൽ മരണം വന്നാലും ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കും, നിന്റെ ആത്മാവിന് ഒരു കേട് സംഭവിക്കുകയില്ല എന്ന് കർത്താവായ യേശു ക്രിസ്തു തന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ, ക്രൂശ് മരണത്തിലൂടെയും ഉയർത്തെഴുന്നേൽപ്പിലൂടെയും സാധ്യമാക്കി തന്നത് എന്താണ്? റോമർക്ക് ലേഖനം 8 അധ്യായം 11 വാക്യം വായിക്കാം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്ത ശരീരങ്ങളെയും ജീവിപ്പിക്കും. ദൈവത്തിന് മഹത്വം. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തി ശരീരങ്ങളെയും ജീവിപ്പിക്കും. യേശുവിനെ ഉയർപ്പിച്ചവൻ നമ്മെ ഉയർപ്പിക്കും. നമ്മുടെ ശരീരം ദ്രവത്വം കാണുകയില്ല, നമ്മുടെ ശരീരം പാതാളത്തിലേക്ക് തള്ളപ്പെട്ടു പോകുകയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരം ദ്രവത്വം കാണാതെ നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കും. അതിന് മുന്നോടിയായിട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ തലകളെ ഉണക്കാം. നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ആത്മാവിൽ മരിച്ചവരെയും ശരീരത്തിൽ മരിച്ചവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്റെ ആത്മാവിനെ കൊണ്ട് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന്. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ, ഞങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ട്, ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. എന്നാൽ ഇന്ന് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അതിനുള്ള യോഗ്യത ഞങ്ങൾ പ്രാപിച്ചിട്ടില്ല കർത്താവേ. നീ വലിയൊരു രക്ഷയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയത്. നീ നിന്റെ തിരുരക്തം ചിന്തി എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷേ മഹാപാപികളും ദോഷികളും അധർമ്മക്കാരും അധർമ്മത്തിലേക്ക് തിരിയുന്നവരുമായ ഞങ്ങൾ മഹാപാപികളാണ് സമ്മതിച്ചുകൊണ്ട് ഇപ്പോൾ നിന്നിൽ ആശ്രയിക്കുകയാണ് കർത്താവേ.
ഞങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ. ഞങ്ങളുടെ അഹങ്കാരങ്ങളെല്ലാം പുറത്തു തരണമേ. ഞങ്ങൾക്ക് വിശുദ്ധി വർദ്ധിപ്പിച്ചു തരണമേ. ഞങ്ങളുടെ സ്നേഹവും വിശ്വാസവും വർദ്ധിപ്പിച്ചു തരണമേ. ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിപ്പിച്ചു തരണമേ. നിന്റെ വിലയേറിയ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. നിന്റെ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ശിഷ്യന്മാർ അനുഭവിച്ചതായ മഹാസന്തോഷവും സമാധാനവും ഞങ്ങളുടെ ഉള്ളത്തിൽ തരുമാറാകണമേ. നിന്റെ ആണിപ്പാളകാരം ഞങ്ങളുടെ ശിരസിന്മേൽ വെക്കണമേ. സകലതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ കേട്ടത്തുരം തരുമാറാകണമേ. ആമേൻ.